അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിന്ന് നമ്മുടെ മുരിങ്ങമ്മ 2 മുരിങ്ങക്കായ ഉണ്ടായതാട്ടോ. അപ്പം അത് നുറുക്കി വെച്ചിട്ട് പരിപ്പും ചക്കക്കുരും കൂടി അടുപ്പത്തും വെച്ചു. അപ്പം അത് വെന്തതിൻ്റെ ശേഷം നല്ല വെന്തതിൻ്റെ ശേഷമാണ് ഇത് കേട്ടോ. പിന്നെ തേങ്ങയും ജീരകം അരച്ച് പാരണം. അപ്പം നിങ്ങളൊന്ന് കണ്ടോക്കി. അപ്പം ഞാൻ കഴുകിയൊക്കെ നുറുക്കി വെച്ചു. പിന്നെ അത് മാങ്ങ കേട്ടോ, ഒരു ചെറിയ മാങ്ങ അത് വന്ന് വീണതാണ്, കാറ്റത്ത് ഇങ്ങനെ ഇതായിരുന്നു. പിന്നെ തക്കാളിയും പച്ചമുളകും വലിയ ഉള്ളി ഒന്നിട്ടിട്ടു, എന്നിട്ടാണ് കൂട്ടാൻ വെക്കണം. അപ്പം ഇന്ന് പച്ചക്കറി കൂട്ടാൻ പിന്നെ ഉണക്കൽ കാക്ക കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പപ്പടം ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മതിയല്ലോ. അപ്പം ഞാൻ വെച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പം കേട്ടോ മുരിങ്ങക്കായ സാറൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി മുരിങ്ങക്കായ പരിപ്പും തേങ്ങ കരച്ചിട്ടുണ്ട്. പരിപ്പൊക്കെ വേവിച്ചിട്ട് ചക്കക്കുരും വേവിച്ച് മുരിങ്ങക്കായും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടോ. അപ്പം നല്ലോണം കടുകും കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് നല്ല അടിപൊളി കറി കേട്ടോ. നമ്മളോട് ഉണ്ടായ നാടൻ മുരിങ്ങക്കായ. അപ്പം നിങ്ങളെല്ലാവരും പോകുന്നത് ചോറിഞ്ഞാൽ ഇവരെ നാളെ മറ്റന്നൊക്കെ നോമ്പായില്ലേ. അപ്പം ഇങ്ങനെ പോകുന്നത് എല്ലാവരും ചോറിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ആ പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറിയ മത്തി ചാക്ക കൊടുന്നത്. അപ്പം അത് ഞാൻ വറുത്തിട്ടോ, ചെറിയ മത്തിയാണ്. അപ്പോൾ അത് വറുത്തതും ഇതാ നല്ല അടിപൊളി മുരിങ്ങക്കായ കറി നമ്മളെ വീട്ടിലുണ്ടായത് കേട്ടോ. 2 ഉണ്ടായുള്ളൂ. അപ്പം അത് പൊട്ടിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തോനെ ഉണ്ടായി, പ്രാവശ്യം 2 ഉണ്ടായുള്ളൂ. ഇനി ഉണ്ടായ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഇഷ്ടമാകുക വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യിട്ടാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണത്തെ മക്കളെ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പം നാളെ വേറെ വീഡിയോയ്ക്ക് വരുന്നത്. അതുവരേക്കും അസ്സലാമലൈക്കും. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വീടിന് ഗൾഫിൻ്റെ ഇവിടെ തന്നെ തുടക്കണം. അപ്പോൾ പിന്നെ വെച്ചെടുക്കാൻ ചോറൊക്കെ തിന്നാൻ